പറഞ്ഞില്ല എനിക്ക് വേണ്ടാന്ന്, പിന്നെ എന്തിനാ എന്നെ നിർബന്ധിക്കുന്നത്? എന്ത് പറഞ്ഞാ എങ്ങനെയാ മോളെ, ഇതുകൂടി കഴിക്കാം. എന്നാ നീ കഴിക്കണ്ട, ഞാൻ കഴിക്കാം. ഇനി രാവിലെ അപ്പനും മോളും കൂടി തുടങ്ങല്ലേ. അപ്പ അത് ഞാനൊന്ന് പറഞ്ഞിരുന്നില്ലേ, ഞങ്ങളുടെ സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന്. അപ്പൊ അതിന് രജിസ്റ്റർ ഫീസ് ആയിട്ട് 4000 റുപ്പീസ് വേണം. അപ്പൊ എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ എനിക്ക് തന്നിട്ടില്ല കേട്ടോ. അതൊക്കെ ഞാൻ തരാം, പക്ഷെ കൈയും കാലും ഒടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. കണ്ടോ റിയാമ, ഇപ്പൊ വന്ന് അപ്പൻ എന്നോടൊരു സ്നേഹമില്ലാണ്ടായി. എന്തു വായിച്ചാൽ അവൾക്ക് വേണ്ടത് കൊടുത്തു വിട്ടേക്കും. പാവം, അവളുടെ ഒരു ആഗ്രഹമല്ലേ. കഴിഞ്ഞ വർഷം എന്തുവായിരുന്നടി, സ്പോർട്സ് ഡേ അല്ലേ നിന്റെ? സ്പോർട്സ് ഡേ എന്ന് പറഞ്ഞ് നീ പോയിട്ടേ നിന്റെ കൈയും കാലും ഒടിച്ചോണ്ടാ നീ ഇങ്ങോട്ട് വന്നേ. കാലില്ലപ്പാ, കൈ മാത്രം. ഈ പ്രാവശ്യം എന്റെ മോള് രണ്ടും കൂടി ഒടിച്ചോണ്ട് വന്നേ. അത് പിന്നെ ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ രണ്ടും ഒടിച്ചോണ്ട് വരാം. അപ്പന്റെ മോള് തന്നെ, നിങ്ങളെ ഇങ്ങനെ തന്നെയാ, പിന്നെ കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അമ്മയും മക്കളും ഒരു സെറ്റ്, ഞാൻ മാത്രം ഔട്ട്. കൊള്ളാടി. അല്ലല്ലേ റിയാമ്മ ഞങ്ങളുടെ ഗ്രൂപ്പാ, അല്ലേ റിയാമ്മ? അതെ അതെ. നിന്നെ ഞാൻ രാത്രി എടുത്തോളാടി. എന്തുവാപ്പാ, ഞാൻ കേട്ടില്ല. നീ കേൾക്കാൻ ഞാനൊന്നും പറഞ്ഞില്ലേ. റിയാമ്മ, ഞാൻ നിർത്തുവാ. ഇനി എങ്ങാലും ഞാൻ വൈകിയെന്നും പറഞ്ഞ് ആ കുരങ്ങൻ പ്രിൻസിപ്പളും വെറുതെ പ്രശ്നം ഉണ്ടാക്കും. ശരി, എന്നാ നീ ഇറങ്ങിക്കോ. ദേ അപ്പം ഉണ്ടാക്കും കേട്ടോ. വേണ്ട റിയാമ്മ, ഇവിടെ അടുത്തല്ലേ, ഞാൻ സൈക്കിളിന് പൊക്കോളാന്നേ. ഇല്ല, ഇന്ന് നീ അപ്പയുടെ കൂടെ പോയാൽ മതി. ഇജാ കൊണ്ടാക്കിയേക്കണേ അവളെ. നേരത്തെ സൈക്കിൾ ഓട്ടാൻ മടിയുള്ളവളാ. എന്താടി, എന്താ ഒരു ചുറ്റിക്കളി? ഇവിടെ എൻ്റെ ബാഗ്, ഞാൻ എന്താ വരുന്നത്. ഇനി അതും പറഞ്ഞിട്ട് എന്നെ പുറകെ നടക്കല്ലേ അപ്പ. വേഗം വണ്ടി കയറി. ശരി റിയാമ്മ, ഞാൻ പോവാണ്. ഇന്ന് ചിലപ്പോൾ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ മെസ്സേജ് അയക്കാവേ. എന്താണെങ്കിലും അമ്മനെ വിളിക്കണേ. ശരി, എന്നാ പോയിട്ട് വാ.